കൊച്ചി BOT പാലത്തിൽ നിന്ന് ഒരു യുവാവ് കായലിലേക്ക് എടുത്തു ചാടി. തങ്ങൾ നഗർ സ്വദേശി സഫ്രാനാണ് കായലിലേക്ക് ചാടിയിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു. നിതിൻ അംബുജൻ, എന്താണ് കാരണം ഇങ്ങനെ ഒരു കായലിലേക്ക് എടുത്തു ചാടി? വല്ല ആത്മഹത്യാ ശ്രമം വല്ലതുമാണോ? എന്താ കാരണം? സഫ്രാന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ 3.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് കൊച്ചി BOT പാലത്തിൽ നിന്ന് 19 വയസ്സുകാരനായ സഫ്രാൻ, തങ്ങൾ നഗർ സ്വദേശിയാണ് സഫ്രാൻ, കായലിലേക്ക് ചാടിയത്. ആത്മഹത്യാ ശ്രമം ആണെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയും സ്കൂബ ടീം അടക്കം സംഘം ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട്. എന്തായാലും ഈ സഫ്രാൻ കായലിലേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. താൻ മരിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് സഫ്രാൻ ഇത്തരത്തിൽ കായലിലേക്ക് ചാടിയത്. എന്തായാലും തിരക്കുള്ള സമയമായിരുന്നു. ആളുകൾ ഇതുവഴി കടന്നു പോകുമ്പോൾ സഫ്രാൻ ഇങ്ങനെ കായലിലേക്ക് ചാടുന്നത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ കണ്ടിരുന്നു. പക്ഷേ തടയാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്തേക്കും സഫ്രാൻ കായലിലേക്ക് ചാടിയിരുന്നു. എന്തായാലും സഫ്രാന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. സഫ്രാൻ വിളിച്ചിരുന്നോ ഇങ്ങനെ ചാടുന്നതിന് മുമ്പ്? വിളിച്ചിട്ടുണ്ടായി. ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ തരാം, ഞാൻ പാലത്തിലുണ്ട്, എനിക്ക് മതിയായി, ചാടാൻ പോണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നിട്ട് അവൻ തന്നെ ഫോൺ കട്ട് ചെയ്യണമായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടി വന്നതാണ്. സഫ്രാൻ കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും, ഒറ്റപ്പെടലാണ്, ഭയങ്കര ഒറ്റപ്പെടലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ. 2 ദിവസം മുമ്പ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വന്നേണെന്നൊക്കെ പറയണ്ടായി. വീട്ടിലെന്തോ ഇതൊക്കെ ഉണ്ടായിട്ട്. അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾ വരുമ്പോഴേക്കും സഫ്രാൻ ചാടിയിരുന്നു? ഇവിടെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും സഫ്രാൻ ചാടി. എന്തായാലും വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് താൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാർക്ക് അത്തരം സന്ദേശം അയച്ചതിന് ശേഷമാണ് സഫ്രാൻ ഇങ്ങനെ കായലിലേക്ക് ചാടിയത്. എന്തായാലും പോലീസും ഫയർഫോഴ്സ് സംഘമെല്ലാം തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. രാത്രി ഏറെ വൈകും ഒരുപക്ഷെ തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം സന്ധ്യ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തിരച്ചിൽ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. മാത്രമല്ല തിരച്ചിൽ ദുഷ്കരമാകും. അതുകൊണ്ട് സാധ്യമായ സമയത്തെല്ലാം തന്നെ ഇങ്ങനെ ഒരു തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. എന്തായാലും ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സംഭവശേഷം നാട്ടുകാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളി അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അഗ്നിസേന ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നത്. കൂടുതൽ സ്കൂബ ടീം അംഗം ഇവിടെ എത്തി തിരച്ചിൽ ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആത്മഹത്യാ ശ്രമം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് കൊച്ചി BOT പാലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഈ പാലത്തിൽ നിന്നാണ് 19കാരൻ കായലിലേക്ക് എടുത്തു ചാടിയത്. പ്രാഥമിക അന്വേഷണത്തിൽ അത് ആത്മഹത്യാ ശ്രമം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയും അദ്ദേഹത്തിനെ ആ പയ്യൻസാണ്, അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദിലീപ് ആൻഡ്രൂസ് ചോദിക്കുന്നു, SKN കാഥികൻ എവിടെ, ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി ആഷ്മി താജ് ഇബ്രാഹിമിനെയാണോ, അദ്ദേഹത്തിൻ്റെ കഥാകഥനം ആണെന്നാണോ താങ്കൾ കരുതുന്നത്? എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രോമായി അദ്ദേഹം വരും. 7:30 ആകുമ്പോൾ ഇന്ന് ആഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ പ്രൈമിൽ വരുന്നുണ്ട്.